ഹായ് എവരിവൺ. അപ്പോൾ നമ്മൾ ബാൻശാലിയുടെ ഒരു ചാർട്ട് അനാലിസിസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അത് നമ്മുടെ ഫാമിലി മെമ്പർ ഒരു ഡൗട്ട് ചോദിച്ചായിരുന്നു. അപ്പം എനിക്കറിയാവുന്ന പോലെ ഞാൻ ക്ലിയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുമായിട്ട് ഞാനത് ഷെയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം ആരുടെയും കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ഫ്യൂച്ചർ മൂവ്മെൻറ്റ് എന്തായിരിക്കും എന്നുള്ള എൻ്റെ ഒരു വ്യൂ ആണ് പറയുന്നത്. അപ്പം ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു, ഞാനിപ്പോൾ ഒരു സർട്ടിഫൈഡ് ട്രെയിനറാണ്. അപ്പം ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ, ഹെൽത്തിന് ഇമ്പോർട്ടൻസ് ഇല്ല എന്നുള്ളവർ പറയണ്ട, ഹെൽത്തിന് ഇമ്പ്രൂവ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർ ഞാൻ ഈ വീഡിയോയുടെ താഴെ ഒരു പുതിയൊരു ഇൻസ്റ്റാഗ്രാമിൻ്റെ ഞാൻ ലിങ്ക് കൊടുക്കുക. അപ്പം അതിൽ വന്നിട്ട് പേഴ്സണൽ മെസ്സേജ് അയക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡൗട്ട്, വർക്കൗട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഡൗട്ടുകൾ, സപ്ലിമെൻറ്റ്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ള ഡൗട്ടുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാനത് ഫ്രീ ആയിട്ട് തന്നെ ക്ലിയർ ചെയ്ത് തരാം. പേഴ്സണൽ ട്രെയിനിങ് വേണമെന്നുണ്ടെങ്കിൽ നമുക്കത് അതിൽ തന്നെ സംസാരിക്കാം. ഈ ചാനൽ അതിനുള്ളതല്ല, ഞാൻ ഇടയ്ക്ക് ജസ്റ്റ് പറയുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇപ്പോൾ ഈ ഒരു ചാർട്ട് ബ്രേക്ക് ചെയ്യുമ്പോൾ നമുക്കറിയാം, ഇത് 2005 മുതൽ മുകളിലോട്ട് പോകുന്നൊരു ചാർട്ടാണ്. പക്ഷേ ഇത് കുറച്ച് നാൾ ഇവിടെ കണ്ടോ, ഇത്രയും ഒരു കാലഘട്ടത്തോളം ഇതൊരു ഡൗണിൽ കിടന്നു. ഈ ഒരു ഏരിയ കഴിഞ്ഞപ്പോഴത്തേക്ക്, അല്ലെങ്കിൽ നല്ല ഈ ഒരു ഏരിയ കഴിഞ്ഞപ്പോഴത്തേക്ക് അത് ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയി. ഒരു 26 രൂപയിൽ നിന്ന് ഒരു 145 രൂപ വരെയുള്ളൊരു പ്രോഫിറ്റ് അവിടെ കിട്ടി. അപ്പം അതാണ് എപ്പോഴും, അതായത് ചുമ്മാ ചാടിക്കയറി നമ്മൾ ഇവിടെ നിന്നൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ എത്ര നാൾ കൈപ്പെട്ട് കിടക്കും എന്നുള്ള കാര്യം ആലോചിച്ചേക്കുക. അതിനാണ് നമ്മൾ പ്രൈസ് ആക്ഷൻ പഠിപ്പിക്കുന്നത്. പ്രൈസ് ആക്ഷനെ പറ്റിയുള്ള കംപ്ലീറ്റ് വീഡിയോസ് നമ്മുടെ ചാനലിൻ്റെ പ്ലേലിസ്റ്റിൽ കിടപ്പുണ്ട്. അപ്പോൾ എല്ലാവരും ജസ്റ്റ് ഒന്ന് കാണുക. അപ്പോൾ ഇതിൻ്റെ ഫ്യൂച്ചർ, ഒരു എൻട്രി, എക്സിറ്റ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാം. അപ്പോൾ ഇതിൻ്റെ ഒരു അടുത്തുള്ളൊരു ഏരിയയിലോട്ട് വരാം. ഇത് കാണുമ്പോൾ തന്നെ അത്യാവശ്യം നമ്മൾ പഠിച്ചിട്ടുള്ള എല്ലാവർക്കും, നമ്മുടെ ചാനലിൽ പഠിച്ചിട്ടുള്ള എല്ലാവർക്കും അറിയാം ഇതെന്താണെന്നുള്ള കാര്യം. ഇതെന്താ ഞാൻ തന്നെ കാണിച്ചു തരാം. നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഇത് വരച്ച് നോക്കാവുന്നേ ഉള്ളൂ. വലിയ കാര്യമുള്ള കാര്യമൊന്നുമല്ല. കാരണം ജസ്റ്റ് ഒന്ന് വരച്ച് നോക്കി പ്രാക്ടീസ് ചെയ്യാവുന്നേ ഉള്ളൂ. അത് നിങ്ങളോട് എപ്പോഴും പറയും പ്രാക്ടീസ് ചെയ്ത് നോക്കുകയാണ്. പിന്നെ ഞാൻ പറയുന്ന എല്ലാവരും കേൾക്കുന്ന സ്റ്റുഡൻസ് ആയതുകൊണ്ട്, കുട്ടികളായതുകൊണ്ട് ആരും വരച്ച് നോക്കാറില്ലാതെ എനിക്കറിയാം. പിന്നെ ഞാൻ തന്നെ പറഞ്ഞു തരാം. അപ്പോൾ നിങ്ങളിത് വരച്ച് നോക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എൻട്രി എക്സിറ്റിൻ്റെ ലോജിക്ക് നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇത്രയും ബെറ്റർ നിങ്ങൾക്കൊരു ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റുന്ന മറ്റെന്തെങ്കിലും വഴിയുണ്ടോ? അത് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പം റിസ്ക് ഒക്കെ മാനേജ് ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു പ്രോഫിറ്റ് നിങ്ങൾക്ക് കിട്ടും. അതുകൊണ്ട് ഇവിടെ നമ്മൾ തന്നെ ഇങ്ങനൊരു ഇവിടുന്ന് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ നീട്ടി വരയ്ക്കുന്നു. സപ്പോർട്ട് റെസിസ്റ്റൻസ് നമ്മളത് മാർക്ക് ചെയ്തു. ഇവിടെ റെസിസ്റ്റൻസ് സപ്പോർട്ട്. അപ്പം ഇവിടെ നന്നായിട്ട് സപ്പോർട്ട് എടുക്കുന്നുണ്ട്. 1, 2, 3, 4. അപ്പോൾ ഒരു സ്ട്രോങ് സപ്പോർട്ടാണ്. ഇവിടെ റെസിസ്റ്റൻസ് ഉണ്ട് 1, 2, 3, 4. ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് പോലെ നടന്നിട്ടുണ്ട്. എന്നാലും മറ്റേ പോയിൻ്റ് അവിടെ ചെറിയൊരു റെസിസ്റ്റൻസിൽ കിടക്കുക. അപ്പോൾ നമുക്കൊരു ചെറിയൊരു ടൈം ഫ്രെയിമിലോട്ടൊന്ന് പോവാം. അപ്പോൾ നമുക്ക് ഇതിനകത്തുള്ള കാര്യങ്ങൾ എന്താ കാണാൻ പറ്റുന്നത് നിങ്ങൾക്കറിയാം. ഇവിടെ ചെറിയൊരു റെസിസ്റ്റൻസിൽ, മൈൽഡ് റെസിസ്റ്റൻസിൽ ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ മറ്റൊരു തൊട്ടടുത്ത റെസിസ്റ്റൻസ് എവിടെയാണെന്ന് വെച്ചാൽ ഒന്ന് വരച്ച് കേട്ടെ. ഞാൻ ജസ്റ്റ് ക്ലോൺ ചെയ്തിടുന്നതേ ഉള്ളൂ. ഇതിൻ്റെ കളർ നമുക്ക് ജസ്റ്റ് ഒന്ന് മാറ്റാം. ഒന്നുകൂടെ എടുത്തറിയാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്കിത് കാണുമ്പോഴത്തേക്കറിയാം ഇവിടെ ചെറിയൊരു ടൈം ഫ്രെയിമിലോട്ട് നമുക്ക് പോകാം. അപ്പോൾ അറിയാം, നിങ്ങൾക്ക് കണ്ട് ഇവിടെ കാണുമ്പോൾ അറിയാം ചെറിയൊരു റെസിസ്റ്റൻസ് എടുത്തു. പിന്നെ പതുക്കെ പതുങ്ങിയുള്ളൊരു മൂവ്മെൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്താൽ വീണ്ടും നല്ലൊരു മൂവ്മെൻറ്റ് നമുക്ക് മുകളിലോട്ട് കിട്ടും. നിലവിൽ കയ്യിലുള്ളവരാരും പേടിക്കേണ്ട ആവശ്യമില്ല. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത് ഓക്കെ ഒരു ഏരിയ ആണ്. ഇപ്പോൾ ബ്രേക്ക് ഔട്ട് നടന്ന പല സ്റ്റോക്കുകളും, എല്ലാ സ്റ്റോക്കുകളും നമുക്ക് ഈ വടി പോലെ നേരെ പോകണമെന്നൊന്നും യാതൊരു നിർബന്ധവും ഇല്ല. ചിലപ്പോൾ ഇങ്ങനെ ലാഗൊക്കെ അടിച്ച് കിടക്കും. ഇവിടെ ചെറിയൊരു ഉണ്ട്, ഒരു ചാനലിനകത്താണ് ഈ കിടക്കുന്നത്. ഒരു അപ്പർ ഡൗൺ. ഇതൊരു ബ്രേക്ക് നടന്നാൽ മുകളിലോട്ട് പോകും. അപ്പോൾ നിങ്ങൾക്കൊരു മിനിമം ടാർഗറ്റ്, നിങ്ങൾക്ക് ആ ഒരു മോളി വരച്ചേക്കുന്ന ആ ഒരു ലൈൻ വരെ നിങ്ങൾക്കത് വെക്കാം. ഞാനത് വലിയ ടൈം ഫ്രെയിമിൽ പോകാം. ആരും ചാടിക്കറി എൻട്രി എടുക്കാനൊന്നും അല്ല ഞാൻ പറയുന്നത്, അത് കയ്യിലുള്ളവരുടെ കാര്യമാണ് പറയുന്നത്. പിന്നെ ഈ ഒരു ലൈൻ ബ്രേക്ക് ചെയ്യുമ്പോൾ മാത്രം നിങ്ങളൊന്ന് വറീഡ് ആയാൽ മതി, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ആൻഷ്യസ് ആയാൽ മതി. അതിപ്പം നമ്മുടെ മെസ്സേജ് അയച്ച ബ്രോ, പേര് പറയുന്നില്ല, അദ്ദേഹം കാണുന്നുണ്ടെങ്കിലും ജസ്റ്റ് ഒന്ന് ക്ലിയർ ആയിട്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞേക്കുന്നത്. ഇവിടെ നല്ലൊരു ബ്രേക്ക് ഔട്ട് നടന്നു. ഇവിടെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ബ്രേക്ക് ഔട്ട് നടന്നിട്ടുണ്ട്. താഴെ അത്യാവശ്യം വോളിയം ഉണ്ട്. ചെറിയൊരു റീടെസ്റ്റ് പോലെ ചെറിയ ഗ്രീൻ ക്യാൻഡിൽസ്, റെഡ് ക്യാൻഡിൽസ് ആണ്. അത് ഭാവിയിൽ ഇത് ബ്രേക്ക് ചെയ്യുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. കാര്യം നമുക്ക് എല്ലാവർക്കും ആഗ്രഹം അത് തന്നെയാണല്ലോ, പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ള കാര്യത്തിന് വേണ്ടി തന്നെയാണല്ലോ നമ്മൾ നിൽക്കുന്നത്. പഠിക്കുക, പ്രോഫിറ്റ് ഉണ്ടാക്കുക. അപ്പോൾ ഇങ്ങനെ പോകുന്നു. പിന്നെ മുകളിലോട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട്. അത്യാവശ്യം നമ്മൾ ആഗ്രഹിച്ച പോലെ ചാത്തന്മാരെത്തിച്ചാൽ അത്യാവശ്യം നല്ല മൂവ്മെൻറ്റ് നമുക്ക് കിട്ടും. അറ്റ്ലീസ്റ്റ് നല്ലൊരു മൂവ്മെൻറ്റ് നമുക്ക് കിട്ടും. ഞാൻ അതൊന്നും ഒത്തിരി കാണിച്ച് നിങ്ങളുടെ വിലപ്പെട്ട സമയം ഞാൻ കളയുന്നില്ല. പക്ഷേ കണ്ടത്ര നിങ്ങൾക്കത് ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. നല്ല ചാർട്ട് ഞാൻ ചെറുതാക്കി വെച്ചായിരുന്നു, നിങ്ങളൊന്ന് വരച്ച് നോക്കുക. അപ്പം കയ്യിലുള്ളവരൊക്കെ എന്ത് ചെയ്യണമെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. മാത്രമല്ല പുതിയൊരു എൻട്രി എടുക്കണോ എക്സിറ്റ് അടിക്കണോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാവും.
അഡ്വേഴ്സ് നെഗറ്റീവായിട്ടുള്ളൊരു കേസ് താഴോട്ട് പോയാലുള്ളൊരു കേസാണ്. അപ്പോൾ ചെറിയൊരു സ്റ്റോപ്പ് ലോസിലോട്ട് തന്നെ കയറും. ഇവിടെ ഒരു സ്റ്റോപ്പ് ലോസ് തന്നെ വെക്കാനുള്ള ക്ലിയർ ഒരു ഏരിയ അവിടെ ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ ഒരു റിസ്കിനനുസരിച്ചിട്ട് മാത്രം ഒരു എൻട്രി എക്സിറ്റ് ചെയ്യുക. അത്രയ്ക്കത്രയ്ക്കേ കാര്യമുള്ളൂ, കൂടുതൽ പറയാനായിട്ടൊന്നുമില്ല. അപ്പം വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുള്ള ആ ലിങ്ക് ഒന്ന് ചെക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഡൗട്ടുകൾ, വർക്കൗട്ട് കാര്യങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയുള്ള ഡൗട്ട് ബിഗിനേഴ്സ് ലെവലിലൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ക്ലിയർ ആയിട്ട് തന്നെ പറഞ്ഞു തരും. അപ്പം ഫിറ്റ്നസ്സുമായിട്ടൂടെ നിങ്ങൾ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും തൊട്ടടുത്ത് ജിമ്മിൽ പോവുക. പേഴ്സണൽ ട്രെയിനിങ് എൻ്റെ എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ അടുത്തുള്ള ജിമ്മിൽ പോവുക. നിങ്ങൾക്ക് അത് 100% ബെനിഫിറ്റേ കിട്ടത്തുള്ളൂ. മടിച്ചിരിക്കേണ്ട, നിങ്ങളുടെ ഫിറ്റ്നസ്സിലോട്ടും ഏണിങ്സിലോട്ടുമുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മുടെ ചാനലിലൂടെ തന്നെ വെക്കുക. ഓക്കെ, അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം.